നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എടാ, അവളെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രം അവളെ എന്ത് തെറ്റാ ചെയ്തത്? ഒരു തെറ്റും ചെയ്തില്ലേ? ദേവിക്ക് കിട്ടേണ്ട ജോലി ഇല്ലാതാക്കിയത് ഇവളല്ലേ? ഇല്ലാതാക്കിയില്ലല്ലോ. ആ ജോലി എനിക്ക് വേണമെന്നല്ലേ പറഞ്ഞത്? നീ ഒരു ഒറ്റ അക്ഷരം മിണ്ടി പോരുത്. നിന്റെ ഒരു ന്യായീകരണം എനിക്ക് കേൾക്കണ്ട. ഈ വീടിന്റെ ശാപമാ നീ. നിന്നെ പോലൊരു വൃത്തികെട്ടവളെ സഹിക്കേണ്ട ബാധ്യത എനിക്കോ ഈ വീടിനോ ഇല്ല. എടാ, അവള് പറയുന്നതിൽ ശരിയില്ലേ മനോഹര? ആ ജോലി കിട്ടിയ ദേവിക നാളെ വേറൊരു വിവാഹം കഴിക്കില്ലെന്ന് എന്താ ഉറപ്പ്? അങ്ങനെ ഒരു കല്യാണം അവള് കഴിച്ച പിന്നെ ആ ജോലി കൊണ്ട് ഈ വീടിന് എന്താ ഒരു ഗുണം? സുതിമോൻ നമ്മുടെ വീട്ടിലെ കുട്ടിയല്ലേ. അവൻ മൂലം ഒരു നേട്ടം ഉണ്ടാവുമ്പോ അത് ഈ വീട്ടിലെ എല്ലാവർക്കും കിട്ടേണ്ടതല്ലേ? ഈ ചോദ്യം അമ്മ ചോദിക്കേണ്ട എന്നോടല്ല, ഈ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നവരോടാ. ആശ്രിത നിയമന നിയമപ്രകാരം ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്കോ മക്കൾക്കോ ആണ് ആദ്യ അവകാശം. അതിൻ പ്രകാരമാണ് ദേവിയമ്മക്ക് ജോലി കിട്ടിയത്. അതിൽ സന്തോഷിക്കേണ്ടതിന് പകരം അത് തടയാൻ നോക്കി. എനിക്കിത് സഹിക്കാൻ പറ്റത്തില്ല. ഞാനിത് അനുവദിക്കത്തില്ല. ഞാനേ പാർവതിയുടെ കൂടെയാ. അവള് പറയുന്നതാ ശരി, അതാണ് ന്യായം. വയസ്സ് കുറച്ച് കൂടിപ്പോയി. ഇല്ലായിരുന്നെങ്കിൽ അമ്മയെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേനെ, മരുമോടെ കൂടെ. അമ്മയെ ഒരാൾ ഒറ്റയൊരുത്തിയാ ഇവളെ ഇത്രയും വഷളാക്കിയത്. മരുമകളായാലും മക്കളായാലും മണ്ടത്തരം പറഞ്ഞ് അത് തിരുത്തണം. അല്ലാതെ കൂടെ നിന്ന് കൈയടിക്കുമല്ല വേണ്ടത്. ഉണ്ടാതെ ഒരു ഭാഗത്തിരുന്ന അവസാന കാലം വരെ അമ്മയ്ക്ക് ഈ വീട്ടിൽ കഴിയാം. ഇല്ലെങ്കിൽ അമ്മയാ നോക്കത്തില്ല, പിടിച്ച് പുറത്താക്കി ഞാൻ. എന്നോട് നീ ഇങ്ങനെ തന്നെ പെരുമാറണം. എവിടുന്നോ കേറി വന്ന ഒരുത്തിക്ക് വേണ്ടിയല്ലേ നീ ഞങ്ങളെയൊക്കെ വഴക്ക് പറയുന്നത്? അത് ശരിയാണോ മനോഹര? ഞങ്ങളെക്കാളും വലുതാണോ നിനക്ക് നിന്റെ മരുമകള്? പ്രവർത്തികൾ നല്ലതായിരിക്കണം അമ്മേ.